നമസ്കാരം. ഞാൻ വി ബി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിർമ്മാണങ്ങളുടെ മാസമാണ്. നിർമ്മാണങ്ങൾ ഏറെ ത്വരിതഗതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന മാസമാണ് ഈ മാസം. അത് മെയ് 25 വരെയും നല്ല മാസമാണ്, നല്ല കാലമാണ് നമ്മുടെ വീട് പണിയാൻ. അപ്പോൾ ഈ വീട് പണിയുമ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്ന ആളുകളും ഇതിനകം വീട് വെച്ചുപോയ ആളുകളും ഇനി കറക്ഷൻ നടത്തുന്ന ആളുകളും വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന ആളുകളും ഒക്കെ ശ്രദ്ധിക്കാനായിട്ടാണ് ഇന്നത്തെ ഒരു വിജ്ഞാനം പറയുന്നത്. അത് വ്യക്തികളുടെ സ്വഭാവ വിശേഷങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീടും നമ്മുടെ മണ്ണുമാണെന്ന് നമുക്കറിയാം. ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. ആളുകളുടെ മനസ്സ് തെറ്റിപ്പോകുന്നു, അഥവാ ആളുകളുടെ മനോനില തെറ്റിപ്പോകുന്നു. ആളുകൾ ഭയങ്കര ദേഷ്യക്കാരാകുന്നു, ആളുകൾ അസ്ഥിരമായി പെരുമാറുന്നു, ആളുകൾ വൈകല്യങ്ങളുടെ രാജാക്കന്മാരോ രാജ്ഞികളോ ആകുന്നു. അതെന്തുകൊണ്ടാണ്? വൈകല്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വൈകല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം വൈകല്യങ്ങളുണ്ട്, പലതരം മനോനിലകളുമുണ്ട്, പലതരം പ്രവൃത്തി ദൂഷ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഇത് വ്യത്യസ്തങ്ങളായ പല പല സ്വഭാവങ്ങൾ ബന്ധപ്പെടാറുണ്ട്. ചില ആളുകളിൽ നിങ്ങൾക്കറിയാം, ചില ആളുകളുടെ സ്വഭാവം നമുക്ക് കണ്ടാൽ ദൈവത്തെപ്പോലെ തോന്നും. ചില ആളുകളുടെ സ്വഭാവം കണ്ടാൽ അതിന് ഓപ്പോസിറ്റും തോന്നും. ചില ആളുകൾ ചുമ്മാ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, ഒരു കാരണവും വേണ്ട, ഭയങ്കര ദേഷ്യമായിരിക്കും. ആരെന്ത് പറഞ്ഞാലും ഒന്നിൽ പിഴച്ച് രണ്ടാമതിന് ഭയങ്കര ദേഷ്യം കാണിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് ബേസിക്കലി വരിക? അത് പലപ്പോഴും നമ്മുടെ വീട്ടിലെ നിർമ്മാണ വൈകല്യങ്ങളാണ് നമ്മൾ ബാധിക്കുന്നത്. നമ്മുടെ വസ്തുവിൻ്റെയോ വീടിൻ്റെയോ വടക്ക് പടിഞ്ഞാറ് വശം, വസ്തുവിൻ്റെയോ വീടിൻ്റെയും തെക്ക് കിഴക്ക് വശം, വസ്തുവിൻ്റെയോ വീടിൻ്റെയോ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ഉണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങളാണ് ഇവയ്ക്ക് കാരണം. അതിനെന്താ വേണ്ടേ? തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലോ, തെക്ക് പടിഞ്ഞാറ് കന്നിമൂല വഴിയോ, തെക്ക് കിഴക്ക് അഗ്നിമൂല വഴിയോ, വടക്ക് പടിഞ്ഞാറ് വായുമൂല വഴിയോ ഉള്ള വഴികളെ പൂർണ്ണമായി ഒഴിവാക്കി മറ്റ് വഴികൾ തേടുക. ഇത് മനോനില തെറ്റിക്കുമെന്ന് മാത്രമല്ല, വ്യക്തികളുടെ സ്വഭാവം പോലും ഭയങ്കരമായി മാറ്റിച്ചു കളയും. വ്യക്തികൾ അസ്ഥിരപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കും. അവർ ഒരു പ്രത്യേകതരം മാനസിക അവസ്ഥയ്ക്ക് അടിമകളായി പോകും. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നേരെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീട് തള്ളി നിൽക്കുകയാണെന്നിരിക്കട്ടെ, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാർ പോർച്ച് വന്ന് നിൽക്കുന്നു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ സംഭവിച്ചാലും ആളുകൾ ഭയങ്കര ദേഷ്യക്കാരായി തീരും. അവർക്ക് തന്നെ മറ്റാരെയും വിശ്വാസമില്ലാത്തതായി തീരും. ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പ് നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ, അതുപോലുള്ള സ്വഭാവക്കാരാകും അവർ. അപ്പോൾ ഈ നിർമ്മാണ വൈകല്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാറ്റിയേക്കുക. പുതുതായിട്ട് വീട് വയ്ക്കുന്ന ആളുണ്ടെങ്കിൽ ഈ നിർമ്മാണ വൈകല്യങ്ങൾ വരാതെ നോക്കുക. ഇനി യഥാർത്ഥത്തിലൊരു വീടിൻ്റെ സ്ഥാനം നല്ലതായിട്ടാണ് കാണുന്നതെങ്കിൽ വീടിൻ്റെ 2 കോണുകൾ തമ്മിൽ കാണില്ല. അതായത് വടക്ക് പടിഞ്ഞാറ് വസ്തുവിൻ്റെ വടക്ക് പടിഞ്ഞാറ് കോണും വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗവും തമ്മിൽ കാണുന്നത് പോലെ കിടന്നാൽ നല്ല രീതിയിലാണ് വീട് വെച്ചിട്ടുള്ളെങ്കിൽ ഒരിക്കലും ഈ വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും കാണില്ല. വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും കാണുകയാണെങ്കിൽ വല്ലാത്ത വൈകല്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും വരും. ഒപ്പം തെക്ക് കിഴക്ക് ഭാഗത്തു കൂടി ഒരു വഴി വന്നാലും മതിയാവും. പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ സൂര്യൻ നിൽക്കുന്നത് 16 ഡിഗ്രിയിലേറെ ചരിവുള്ള വസ്തുക്കളാണെങ്കിൽ, സൂര്യൻ നിൽക്കുന്നത് മൂലകളിലാണെങ്കിൽ സൂര്യൻ നിൽക്കുന്നത് മൂലകളിലായി പോയിട്ടുണ്ടെങ്കിൽ, വിധിക്ക് ദിശയിലായി പോയിട്ടുണ്ടെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ സംജാതമാകും, ദേഷ്യക്കാരായി തീരാം.
ഏറ്റവും അടുത്ത ആളുകളെ പോലും തള്ളിപ്പറയുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ളവരായിരിക്കാം അവിടെ താമസിക്കുന്ന ആളുകൾ. അത് ആപേക്ഷികമായിരിക്കും. അത് ചിലപ്പോൾ ഭർത്താവിന് ആ ക്വാളിറ്റി ഉണ്ടാകാം, ഭാര്യയ്ക്ക് കാണില്ല. പക്ഷേ ഭർത്താവിനെ അത്തരം രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ വേറെ തരത്തിലായിരിക്കും ബാധിക്കുക, മക്കളെ വേറെ രീതിയിലായിരിക്കും ബാധിക്കുക. ഇത് ഇത്രയും പുറത്തെ കാര്യമാണെങ്കിൽ നമ്മൾ അകത്തോട്ട് പുറത്തെ കാര്യം ഒന്നുകൂടി ഉണ്ട് പറയാൻ. മേൽക്കൂരകൾ, വീടിൻ്റെ മേൽക്കൂരകൾ തെക്കോട്ടോ പടിഞ്ഞാട്ടോ ചരിഞ്ഞു നിന്നാൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാം. മാനസിക പ്രതിസന്ധികൾ സംജാതമാകാം, മനോനില തെറ്റിപ്പോകാം, പ്രവർത്തിക്കുന്നതൊക്കെ തള്ളിരിഞ്ഞായി പോകാം. അതിനപ്പോൾ സമ്പത്ത് വാരിയെടുത്തുകൊണ്ട് പോകും, ഒരുപാട് രോഗങ്ങളും തരും. ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. തെക്കോട്ടും പടിഞ്ഞാട്ടും നിൽക്കുന്ന വീടുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ഒരു ഫാഷന് വേണ്ടി തെക്ക് പടിഞ്ഞാറ് വശങ്ങളെ ചരിച്ചിട്ട് കൊടുക്കും. തെക്ക് പടിഞ്ഞാറ് വശങ്ങളെ ചരിച്ചിട്ട് കൊടുത്താൽ അത് മതിയല്ലോ ആ വീടിൻ്റെ ഉന്നതി ഇല്ലാതെയാകാൻ. ഒരിക്കലും യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് മൂല താഴ്ന്നു കിടക്കാൻ പാടില്ല. പടിഞ്ഞാറ് വശങ്ങളും തെക്ക് വശങ്ങളും ചരിഞ്ഞിരിക്കാൻ പാടില്ല. അവ ഫ്ലാറ്റായിരിക്കേണ്ട വശങ്ങളാണ്. അങ്ങനെ വന്നാലും താമസിച്ച് ആദ്യമൊന്നും ഇത് നമ്മൾ പ്രകടമാകില്ല, കുറേ കഴിയുമ്പോൾ സംഭവിക്കാം. പിന്നുള്ളത് നമുക്ക് വീടിനകത്തേക്ക് കയറാം. വീടിനകത്ത് കയറി കഴിഞ്ഞാൽ വീടിനുള്ളിൽ നിന്ന് നമുക്കറിയാം, വീടിനുള്ളിൽ മണ്ണിൽ നിന്ന് ആവിർഭവിക്കുന്ന കോടാനുകോടി ഊർജ്ജങ്ങളാണ് വീട്ടങ്ങളിലുള്ളത്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല. എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഐൻസ്റ്റീനെ പോലെയുള്ള വലിയ വലിയ ചിന്തകന്മാരുടെ, അതായത് ഈ നമ്മൾ തമോഗർത്തങ്ങളെന്ന് കണ്ടുപിടിച്ചെന്ന് പറയുന്നില്ല, അത് തികച്ചും ഒരുപാട് ശാസ്ത്രീയമായ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ തമോഗർത്തങ്ങൾ പോലും സ്ഥിരീകരിക്കപ്പെട്ടത്. അതേപോലെ ഇപ്പോഴും ശാസ്ത്ര ലോകം പറയുന്നത് ഭൂമിക്കടിയിൽ ഇനിയും കണ്ടുപിടിക്കാനാകാത്ത കോടാനുകോടി ഊർജ്ജ കണങ്ങളുണ്ട് ഭൂഗർഭ അറയിലെ. നമ്മളൊരിടത്തൊരു പ്രത്യേക ഊർജ്ജ മേഖല ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു വീട് വെക്കുമ്പോൾ. ആ ഊർജ്ജ മേഖല ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിലുണ്ടാകുന്ന ഊർജ്ജങ്ങൾ കൃത്യമായിട്ട് ഒഴുകി പരന്നു പോകേണ്ടത് പുറത്തേക്കാണ്. അവ ഒഴുകി പരന്നു പോകുന്നതിനിടുന്ന വാതായനങ്ങൾ അടഞ്ഞു പോയാൽ, ഉദാഹരണം പറഞ്ഞാൽ വീടിൻ്റെ മധ്യഭാഗങ്ങളിൽ വന്നു നിറയേണ്ട ഊർജ്ജങ്ങൾ അവ തടയപ്പെട്ടു പോയാൽ, അവ തടയപ്പെടുന്നതിൽ വീടിനുള്ളിലെ നിർമ്മാണങ്ങൾ, കെട്ടുകൾക്കും ബീമുകൾക്കും വലിയ റോളുണ്ട്, വലിയ പങ്കുണ്ട്. അങ്ങനെ മൂലകളിൽ നിന്നോ മധ്യങ്ങളിൽ നിന്നോ ഒഴുകിപ്പരക്കുന്ന ഊർജ്ജങ്ങൾ തടസ്സപ്പെട്ടാലും മനസ്സ് നഷ്ടപ്പെടാം, ഭയങ്കര ദേഷ്യക്കാരുണ്ടാക്കാം, വിശേഷങ്ങൾ മാറിപ്പോകാം. അതുപോലെ തന്നെ വീടിൻ്റെ മധ്യം അടന്നു പോകുന്ന രീതിയിൽ വീടിൻ്റെ മൊത്തത്തിൽ ഒരു ബ്രഹ്മമേഖല ഉണ്ടാകും. നമ്മുടെ നാഭി പോലെ വീടിന് നാഭിയുണ്ട്. ആ നാഭിയിൽ ഭാരം കയറി വരിക. നാഭിയിൽ ഭാരം കയറുന്ന 2-3 കാര്യങ്ങളാണ്. വീടിൻ്റെ മദ്യം, ക്ഷേത്ര ഗോപുര മാതൃക, പള്ളി ഗോപുര മാതൃക ഉയർന്നു പോകുക. അങ്ങനെ വന്നാൽ അവിടെ ഊർജ്ജങ്ങൾ അവിടെ അധികമായി ഊർജ്ജങ്ങൾ പ്രാപഞ്ചികമായി സ്വീകരിക്കപ്പെടുകയും ആ ഭാഗത്ത് ഊർജ്ജ സമ്മേളനങ്ങൾ ഉണ്ടാകുകയും ഊർജ്ജങ്ങൾ ഒരുപാട് സമ്മേളിക്കുകയും അത് താങ്ങാൻ അവിടെയുള്ള ആളുകളുടെ ശരീരത്തിന് ശക്തിയില്ലാതെ വരികയും ചെയ്യുകയും അപ്പോൾ അവർ പെട്ടെന്ന് രോഗത്തിന് അടിമയാകുകയും മനസ്സിൻ്റെ നിയന്ത്രണം താളം തെറ്റുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകാനിടയാകരുത്. നിങ്ങളുടെ വീട്ടങ്ങൾ നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങളുടെ വീടുകളിലെ ഫർണിച്ചറുകൾ ക്രമപ്പെടുത്തുന്നത് പോലും ഇത്തരം സുഗമമായ ഊർജ്ജങ്ങൾ ഒഴുകിപ്പോകുന്നതിന് അനുസൃതമായിട്ടായിരിക്കണം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ കിണർ വരുന്നത് പോലും നിങ്ങൾ തടയേണ്ടതാണ്. അവ വന്നാലും ഭയങ്കര ദേഷ്യങ്ങളും മഹാരോഗങ്ങളും മാറാരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയാണ്. മനസ്സിനെ ബാധിക്കുന്ന ഈ നിർമ്മാണ വൈകല്യങ്ങൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മളെ ബാധിക്കത്തില്ല, പക്ഷേ അവ മോശമായി ബാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കും.
ഹൃദയത്തിൻ്റെ ഭാഗത്തുനിന്ന് താളം തെറ്റി അത് മാനസിക പ്രശ്നങ്ങളിലേക്ക് മാറി ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന് പരിഹാരം നോക്കി നമ്മൾ ആശുപത്രിയിൽ അലയല്ല വേണ്ടത്. ആശുപത്രി രോഗം വരുമ്പോൾ ഡോക്ടറെ കാണണം, അതല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടകങ്ങൾ കൂടി പരിശോധിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഭൂമി കൂടി പരിശോധിക്കണം, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴികൾ പരിശോധിക്കണം, നിങ്ങളുടെ വീടുകളിലെ കിണറുകൾ പരിശോധിക്കണം, നിങ്ങളുടെ വീടുകളുടെ സെപ്റ്റിക് ടാങ്കുകളും മലിനജല കുഴികളും പരിശോധിക്കണം, നിങ്ങളുടെ വീടിൻ്റെ ചരിവുകൾ നിങ്ങൾ നിർബന്ധമായി പരിശോധിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത് നിങ്ങൾക്കറിയാം മനസ്സെന്തുകൊണ്ട് പോയി, എന്തുകൊണ്ട് അമിത ദേഷ്യം വന്നു, എന്തുകൊണ്ട് വലിയ രോഗങ്ങൾ വന്നു, എന്തുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ഭവിച്ചു. വലിയ നഷ്ടങ്ങളൊക്കെ ഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. ഇതേപോലെ വഴികൾ വിട്ട് കുഴികൾ വിട്ടിട്ട് ബിസിനസ് നടത്താൻ പോയാൽ രക്ഷപ്പെടില്ല, ട്രേഡിങ് നടത്തിയാൽ രക്ഷപ്പെടില്ല, വലിയ കട നടത്തിയാൽ രക്ഷപ്പെടില്ല. ആദ്യം വീട് കറക്റ്റ് ചെയ്യണം. ആദ്യം വീട് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടി സുഗമമായ ജീവിതം സാധ്യമാവുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഇടുക്കിയിൽ ഈ അടുത്ത കാലത്തൊരു വാസ്തു നോക്കാൻ പോയൊരു വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഗൃഹനാഥനും 2 മക്കളുമായുള്ളത്. അത് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു കൗതുകം കൊണ്ട് അപ്പം കുട്ടികൾ തന്നെയാണ് വെള്ളമൊക്കെ എടുത്തിരുന്നത്, കുടിക്കാനായിട്ട് വെള്ളം ഒക്കെ എടുത്തു തരുന്നത് അവർ തന്നെയാണ്, അവരാ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടുത്തെ വാസ്തു കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ ഡയറക്റ്റ് ചോദിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നേരിട്ട് നിൽക്കി സംസാരിക്കുന്ന ആളുകളല്ലേ, വളരെ ഒന്ന് വളച്ചു കെട്ടി ഒന്ന് പറഞ്ഞു നോക്കി. മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്നൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ ഇളയ കുട്ടി പൊട്ടിക്കരയായിരുന്നു. അതായത് അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ട് കാണിച്ചു. അതായത് കഴിഞ്ഞ 8 മാസങ്ങളായിട്ട് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വഭാവമൊക്കെ ശരിയാണ്, പക്ഷേ ഒരു ഇടയ്ക്കിടയ്ക്ക് അവരുടെ മനസ്സിൽ മാറ്റം ഉണ്ടാവും. മനസ്സിൽ മാറ്റം ഉണ്ടായിട്ട് എന്ത് ചെയ്താൽ കാണുന്ന ഇരുമ്പായാലും അവിടേക്ക് എന്തായാലും എടുത്താൽ വീട്ടിൽ അപ്പോൾ ഉള്ളവരെ ദേഹത്തടിക്കുക, കുട്ടികളെ വെട്ടുക. ആ മൂത്ത കുട്ടിയെ വെട്ടിയിട്ട് വിരലിൻ്റെ ഒരു അറ്റ് പോയിട്ടുള്ള സ്ഥിതിയിലാണുള്ളത്. അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് നമ്മൾ മാനസികരോഗം ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ അവരുടെ അമ്മയെ അങ്ങനെ വിടാൻ താല്പര്യമില്ല. അതുകൊണ്ട് അത്ര സ്നേഹനീയ ഒരു അമ്മയായതുകൊണ്ട് അവരുടെ വീട്ടിൽ തന്നെ ഒരിടത്ത് ഒരു ഇതൊക്കെ സെല്ലൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് വടക്ക് പടിഞ്ഞാറ് വശത്ത് മദ്യം മുതൽ വടക്ക് പടിഞ്ഞാറ് വരെ ആ പടിഞ്ഞാറ് കിണർ നിൽക്കുന്നു. നേരെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കുളമുണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വന്നിട്ടുണ്ട്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പുഞ്ച വന്ന് ചേർന്ന് ഒരു കിണറും അല്ല ഒരു നദി, ഒരു ചെറിയ തടാകവും ഒരു പുഞ്ചയൊക്കെ നിൽക്കുകയാണ്. എന്താണ് ചെയ്യുക? അവർ എല്ലായിടത്തും ചികിത്സ തേടി പോവുകയാണ്. മരുന്നിനോട് അവർ പ്രതികരിക്കുന്നുണ്ട്, അത് അല്പം കഴിയുമ്പോൾ തീർന്നു പോവുക. നമ്മൾ അത് പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിച്ചു, അവരെ ബോധ്യപ്പെടുത്തി. അതുപോലെ വീട്ടിലും ഇതുപോലെ തന്നെ നിർമ്മാണ വൈകല്യമുണ്ടായിരുന്നു. വടക്ക് പടിഞ്ഞാറ് ഭാഗം ഈ നമ്മുടെ അവിടെ ഒരു ജൈവ മാലിന്യ പ്ലാന്റ് ഉണ്ടായിരുന്നു. ആ ജൈവ മാലിന്യ പ്ലാന്റിൻ്റെ ആ വലിയ കുഴി വടക്ക് പടിഞ്ഞാറിലെ വീടിനകത്ത് നിൽക്കുകയാണ്. അതായത് ഇത് നടുക്ക് ഭാഗത്ത് നിൽക്കുകയാണ്. വീടിൻ്റെ മൂല ഈ ജൈവ പ്ലാന്റിനകത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന് കാരണമെന്ന് പറഞ്ഞു കൊടുത്തു. നല്ല പഠിപ്പും നല്ല ബോധ്യവും നല്ല വിവരമൊക്കെ ഉള്ള ആളായതുകൊണ്ട്, ഒരു പൊതുപ്രവർത്തനമൊക്കെ ആയതുകൊണ്ട് അതിന് വളരെ പെട്ടെന്ന് ബോധ്യമാവുകയും അദ്ദേഹം അത് വളരെ വേഗം മാറ്റാൻ തയ്യാറാകുകയും ചെയ്തു. ഇപ്പോൾ ആ കുട്ടികളുടെ അമ്മ സെല്ലിനുള്ളിലല്ല വീട്ടിലെ, സെല്ലിന് പുറത്താണ്. അദ്ദേഹം പറയുന്നു കഴിഞ്ഞ 4-5 മാസമായിട്ട് ആ രോഗലക്ഷണങ്ങളേ ഇല്ല. നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്, ഒരു ഉദാഹരണം പറയുന്നത്
നിങ്ങളുടെ മുന്നിലിരുന്നൊരു വലിയ പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ഉദാഹരണം. അങ്ങനെ ചൊല്ലു തന്നെ ഉണ്ടല്ലോ, എ സിമ്പിൾ എക്സാമ്പിൾ ഈസ് ബെറ്റർ ദാൻ എ ഗ്രേറ്റ് സർമൺ എന്നല്ലേ പറയുക. ഒരു വലിയ പ്രഭാഷണത്തെക്കാൾ വലുതാണ് ഒരു ചെറിയ ഉദാഹരണം. ഈ ഉദാഹരണം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പരിസരങ്ങൾ അറിഞ്ഞു നോക്കുക, നിങ്ങളുടെ വീട് നിങ്ങൾ തന്നെ പഠിച്ചു നോക്കുക, നിങ്ങളുടെ ബന്ധുക്കളുടെ വീട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് കാണാം. കുറേ സത്യങ്ങൾ ഉണ്ടല്ലോ എന്ന് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ ഉദാഹരണവും ഈ വിജ്ഞാനങ്ങളൊക്കെ സ്വീകരിക്കുക. ഇവയൊക്കെ നിങ്ങളുടെ വീടിൻ്റെ നിർമ്മാണങ്ങളിലേക്ക് കൊണ്ടുവരിക. നല്ല വിജ്ഞാനങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ നല്ലതായി ജീവിക്കാൻ വേണ്ടിയാണ്, നല്ല സന്തോഷത്തോടെ കഴിയാൻ വേണ്ടിയാണ്. അതിനെ അങ്ങനെ സ്വീകരിക്കുക. അനുഭവങ്ങൾ മാത്രം എടുത്ത് ഈ വീഡിയോയെ വിശ്വസിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.